സർ, പാറ്റ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെയൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അറിഞ്ഞത്. ഇതേപോലെ ദുബായിൽ നിന്ന് 23 പേരെ ഈ പ്രതിഷേധത്തിന് വേണ്ടി അയച്ച മുഹമ്മദ് ഷാജിയെ കുറിച്ച്, നിലമ്പൂരുകാരനാണെന്ന് പറയുന്നു. പക്ഷേ ഇദ്ദേഹം 23 പേരെയാണ് ഈ പാറ്റ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അയച്ചത്. അയാൾ തന്നെ ഒരു ചെക്ക് കേസിലും വഞ്ചന കേസിലും ഒക്കെ പ്രതിയാണ്. അപ്പോൾ അയച്ചിരിക്കുന്നവരെങ്ങനെയാണെന്നും നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താണ് സാർ ഇത്? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ എത്ര പേര് കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ ഇതൊരു ചെയിൻ പോലെ തോന്നും നമുക്ക്. ഇതിനകത്ത് മുഴുവൻ അക്രമികളാണല്ലോ. അല്ല, അക്രമികളല്ല, ഇതിനകത്ത് ഗൂഢാലോചന ഭയങ്കരമാണ്. അക്രമികളുണ്ട്. അപ്പൊ ഇത് എന്ന് മുതൽ തുടങ്ങിയതായിരിക്കും? ഈ വളരെ കാലമായിട്ട് തുടങ്ങിയേക്കുന്നല്ലേ. വളരെ കാലമായിട്ട് തുടങ്ങിയേക്കെന്ന് പറഞ്ഞാൽ ഈ ഗൂഢാലോചന ഒരു രാജ്യത്തിനെതിരെ, അത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ളതാണെങ്കിൽ അവരുടെ ഒരു പണിയെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കൊല്ലം കൊണ്ടല്ല, വളരെ ദീർഘകാലമായിട്ട് പണിയെടുത്ത് അവർ ആ ഒരു വട്ടം പരാജയപ്പെട്ടാലും 2 വട്ടം പരാജയപ്പെട്ടാലും 10 വട്ടം പരാജയപ്പെട്ടാലും ആ ഇതിനകത്തൊന്നും മാറണമെന്നില്ല. അത് വിജയിക്കുന്നിടം വരെ അവർ കണ്ടിന്യൂസ് അതിനകത്ത് പൈസ മുടക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടതും അമേരിക്കയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടിരുന്ന നായർക്ക് ഒരു വിളി ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അഭിജിത് ദീപ്കെ വന്നാലല്ലോ. കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ അഭിജിത് ദീപ്കെ എങ്ങനെ അമേരിക്കയിൽ പോയി, അവിടെ വരുന്ന അയാൾ എന്തോ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പുറകിൽ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നതൊക്കെ ആയിരുന്നു. അപ്പൊ പ്ലാനിങ് ഒക്കെ ഇവിടെ വന്നപ്പോൾ തെറ്റി. അരവിന്ദ് ജി അല്ലെങ്കിൽ അല്ല, അരവിന്ദ് ജിക്ക് അവന്റെ പേരെന്താ, മുഹമ്മദ് ഷാ അല്ല, ഈ CJPയുടെ നേതാവ് അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ പന്തലുണ്ടാകുന്നു, പന്തലിനകത്ത് 5 സ്റ്റാർ ഫുഡ് ഉണ്ടാകുന്നു, പന്തലിനകത്ത് ഭക്ഷണം വിളമ്പുന്നു, പന്തലിനകത്ത് ഭക്ഷണത്തിന് എല്ലാം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ സമയാസമയം വരുന്നു, കട്ടിലുണ്ടാവുന്നു, ശീതീകരിച്ച ഷെഡുകൾ ഉണ്ടാവുന്നു. വിദേശത്ത് നിന്ന് എനിക്കൊന്ന് വിദേശ രാജ്യങ്ങൾ, ഈ ഗൾഫ് GCC രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് രാജ്യങ്ങളിൽ നിന്ന് ആ ഭക്ഷണം വിതരണം ചെയ്തതെന്നാണ് പറഞ്ഞത്, അവിടുത്തെ ഫണ്ട് കൊണ്ട്. ഇപ്പൊ പറഞ്ഞ ഏറ്റവും വലിയ വാർത്ത, ഞാനിത് ഒരു 3 ദിവസം മുമ്പേ പറഞ്ഞതാ. ഇത് വലിയ ഒരു ടോക്കിന് ഇടയ്ക്കാൻ പറഞ്ഞതാ. ഈ മുഹമ്മദ് ഷാജി എന്ന് പറഞ്ഞ 23 പേരെ അബ്രിക്കോ ഫ്രീജന്റ് എന്ന സ്ഥാപനത്തിലെ മുതലാളി 23 പേരെ, മുതലാളിയുടെ പേരാണ് മുഹമ്മദ് ഷാജി, 23 പേരെ സമരത്തിൽ അവിടുന്ന് പങ്കെടുപ്പിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരമല്ല, വിദ്യാർത്ഥികളും അല്ല വന്നേക്കുന്നത്. അപ്പൊ അവൻ അവിടുന്ന് ഈ സമരത്തിൽ അവന്റെ ചെലവിൽ കൂടുതൽ പൈസ കൊടുത്തു. അവന്റെ കമ്പനിയിൽ നിന്നവർ 23 പേരെ പറഞ്ഞു വിട്ട് സമരത്തിനകത്ത് എന്തിനു പറഞ്ഞു വിട്ടു? ഇനി പണം വല്ലതും കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ മറ്റു ഈ പശ്ചിമേഷ്യ യുദ്ധം നടക്കുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഭയങ്കര. അപ്പം അതെ, ഈ പങ്കെടുക്കാൻ എന്ന് പറയുമ്പോഴാണ് അവനോടൊന്നും എന്തായാലും 23 പേര് മുദ്രാവാക്യം വിളിച്ച് അവിടെ ഇരുന്നാൽ ആള് വലുതായിട്ട് കൂടത്തൊന്നുമില്ല. 23,000 പേരല്ലല്ലോ, 23 പേര് മാത്രമാണല്ലോ. അപ്പൊ അതിനകത്ത് അവരെ 23 പേരെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ഇവിടെ വിട്ടത്. മനസ്സിലാവുന്നുണ്ട്? എന്തൊക്കെയോ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതായത് അവിടെ നിന്ന് ഇവിടെ രഹസ്യമായിട്ട് എത്തിക്കേണ്ട എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ പണമായിരിക്കാം, അല്ലെങ്കിൽ മയക്കുമരുന്നായിരിക്കാം, അല്ലെങ്കിൽ സ്ഫോടകാത്മകമായ കാര്യങ്ങളും വല്ലതും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇത് ഏതൊക്കെ തരത്തിലാണ് ഇതിന്റെ പോക്കെന്നറിയത്തില്ലല്ലോ. അതിനകത്ത് രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിനും മറ്റു പലതിനും ഒക്കെ. അപ്പൊ ഇതൊക്കെ വളരെ വലുതായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേസുകൾ പാടില്ല, അതിനകത്ത് പങ്കെടുത്തവരുടെ പുറകിൽ അന്വേഷണം പാടില്ല, ആരായാലും വെറുതെ വിടണമെന്ന് മസിൽ പിടിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ, പാറ്റായുടെ പുറകിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കിട്ടാത്തതിന്റെയോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുടെ അപാകതയൊന്നുമില്ല. ആ ഒരു മുദ്രാവാക്യം മാത്രം, ഇതൊരു സമരം ഉണ്ടാക്കുന്നതിന് ആ ഒരു മുദ്രാവാക്യം എടുത്തുകൊണ്ട് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുന്നതിനും ഈ ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുന്നതിനും ഒരു ജൻസി കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ജൻസി കലാപത്തിന്റെ മറവിൽ ഒരു കലാപം ഓപ്പറേറ്റ് ചെയ്ത് ഈ വലിയ ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞപ്പോൾ, സുപ്രീം കോടതി പോടാ എന്റെ പാട്ടിനെന്ന് പറയുന്ന രീതിയിൽ അവൻ പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞാലൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഏതെങ്കിലും പൗരൻ പറയൂ, ഇന്ത്യക്കകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറയൂ, സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ എത്ര അതിർത്തി ഉണ്ടെങ്കിലും പറയും കോടതി വിധിയെ മാനിച്ചുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായാലും ആരായാലും അതേ പറയത്തുള്ളൂ. SDPI ആണെങ്കിൽ പോലും അവർക്കും വേറെ ചില അഭിപ്രായം ഉണ്ടെങ്കിലും അവർ പോലും സുപ്രീം കോടതി ഒരു അഭിപ്രായം പറഞ്ഞാൽ കോടതി അഭിപ്രായത്തെ മാനിക്കുന്നു, ഞങ്ങൾക്ക് ആ വിധിയോട് അതൃപ്തിയുണ്ട്, എന്നാലും കോടതി ഇവനെന്താ പറഞ്ഞു, അവന്റെ പേര് അല്ല, കോടതി ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കോടതി വിധിയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന വിഷയമില്ല. ഇന്ന് മെഴുകുതിരി സമരം ഹൈദരാബാദിൽ തുടങ്ങുന്നു. അതായത് ഇവർക്ക് ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഈ സമരം ഇപ്പം തീരുമെന്ന് വിചാരിച്ചില്ല. ഒരിക്കലും BJP പോലൊരു വലിയ പാർട്ടി ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് സമരം തീർക്കുമെന്ന് വിചാരിച്ചില്ല.
അവർക്ക് അതിന്റെ കൃത്യമായി കലാപം അതെ ആ സമരം നീട്ടിക്കൊണ്ടുപോയി 7 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അട്ടിമറിക്കുന്നതിനും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ഉള്ള ഒരു ബ്രൂദാത്തി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, ഇംഗ്ലണ്ടിൽ ഇരുന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അട്ടിമറിക്കാൻ നോക്കിയോ. അവന്റെ കൂട്ടുകാരനാണ് ഇപ്പൊ ഈ പറഞ്ഞ മുഹമ്മദ് ഷാജി. അല്ല, ഈ മുഹമ്മദ് ഷാജി അല്ല, നമ്മുടെ CJP വ്യക്തമായിട്ട് ഒരു അഭിജിത്ത് സൗരവദാസ് ഇപ്പൊ അത് കാണാൻ പാടില്ല. ഇപ്പൊ ഈ മുഹമ്മദ് ഷാജി എന്ന് പറഞ്ഞൊക്കെ ഇതിന്റെ ആളാ. മനസ്സിലായില്ലേ? വിദേശ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു പലയിടത്തും ഉള്ളവർക്ക് എത്രത്തോളം ഇവിടുത്തെ ഈ സമരവുമായിട്ട് CJP-യുമായിട്ട് ബന്ധമുണ്ടെന്നും ഈ സമരത്തിന്റെ ഗൂഢാലോചന ഏതെല്ലാം വലിപ്പത്തിൽ ഏതെല്ലാം മേഖലയിൽ ആരുമായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് നമ്മളുടെ ഏറ്റവും അവസാനം വരുമ്പോൾ നിലമ്പൂരുകാരൻ മുഹമ്മദ് ഷാജി 23 പേരെ അവൻ അവിടെ നടത്തുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഇവിടെ വിട്ടിരിക്കുന്നു. ഇവന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് സന്ധ്യ പറഞ്ഞതുപോലെ ഇവൻ ഇവിടെ നിന്നപ്പം വണ്ടിച്ചെക്ക് കൊടുത്താരൻ്റെ കളിപ്പിച്ചവനും അല്ലെങ്കിൽ അത്തരത്തിൽ കേസുള്ളവനുമാണ്. അവൻ ഇവിടുന്ന് പോയി. അപ്പൊ ഇപ്പൊ അവൻ അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ കമ്പനിയും വളരെ കൂടുതൽ ആൾക്കാര് ജോലിക്കാരും ഒക്കെ അവന്റെ കീഴിലുള്ളപ്പോൾ തന്നെ അവൻ ആ പഴയ പണി വലിയ വലിപ്പത്തിൽ ചെയ്യുന്നവനായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പാവം പിടിച്ച ആരുടെ വണ്ടിച്ചെക്ക് മേടിച്ച് പറ്റുന്നേ ഉള്ളൂ. അവൻ ഈ കള്ളപ്പണി, ഇന്ത്യക്കെതിരെയുള്ള കള്ളപ്പണിയും അതിനകത്ത് പൈസ കിട്ടുന്ന പണിയും ഒക്കെ അവൻ വലിയ വലിപ്പത്തിൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലൊരു സമരത്തിനകത്ത്, അതായത് ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കുന്നതിനും ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിനും തക്കം പാത്തിരിക്കുന്നതും അവസരം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുത്തൻ ആണ് അവൻ. നിലമ്പൂരുകാരനാണ്. അവനിപ്പോ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. അവൻ അവിടെ നിന്ന് അവനെ കൊണ്ടൊക്കുന്ന പോലെ ഉള്ള ഒരു ആൾക്കാരെ ഇവിടെ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ 23 പേരെ അവന് പണം കിട്ടുന്നുണ്ട്. ഇത് പണം ഇതറിഞ്ഞില്ലേ? ഇതിനകത്ത് പന്നു എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞു. പന്നു നേരിട്ടല്ലോ കൊടുത്തേ. ഈ NGOs മുഖേനയും ഗൾഫിൽ നിന്നുള്ളതൊക്കെ പല അതാണല്ലോ PFIക്കാരൻ ഇപ്പോഴും ഗൾഫിൽ കിടക്കുന്ന PFIക്ക് സംഭാവന കൊടുത്തു ഇവിടോട്ട് വരാൻ പറ്റാഞ്ഞത്. ഇതും അതുപോലെ വരും. കുറെ ദിവസം കഴിയുമ്പോൾ സംഭാവന കൊടുത്തവരുടെയൊക്കെ ലിസ്റ്റ് വരും. നമുക്കറിയാം ഏതാണ്ട് 13,000-ഓളം പേര് ഇന്ത്യയിൽ വരാൻ പറ്റാതെ കിടക്കും. ആരെങ്കിലും അറിയുന്നുണ്ടോ? അവിടെ എന്തുകൊണ്ട് പെണ്ണുപിള്ളേ ഇപ്പൊ ഫോണിൽ കാണുക വീഡിയോ കോളില്. ഇവിടെ വരാൻ പറ്റത്തില്ല. വന്ന അന്നേരം അറസ്റ്റ് ചെയ്യാൻ ഏതാ PFIക്ക് ഫണ്ട് കൊടുത്തേന്. ഇതേപോലെ ഈ വന്ന പൈസ മൊത്തം ഒരാളുടെ അക്കൗണ്ടിലല്ല സന്ധ്യ വന്നേ. ഇപ്പൊ ഞാൻ ചോദിച്ചത്, സന്ധ്യയുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ, എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ, അങ്ങനെ ഒരു 100 പേരുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ വരുമ്പോഴേ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ വരുത്താൻ പറ്റും. അങ്ങനെ വന്നാൽ ഇത് എങ്ങനെ പിടിക്കാനൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് വളരെ നേരത്തെ പൈസ ഇവിടെ ഈ സമരം പ്ലാൻ ചെയ്യുന്നത് വളരെ നേരത്തെയാണല്ലോ. അപ്പൊ അതിനു മുമ്പേ തന്നെ അവരിങ്ങനെ പൈസ അങ്ങനെ അയച്ച് അവിടെ എവിടെയൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഈ സമയമായപ്പോൾ ഉപയോഗിച്ചതാ. കോടാനുകോടി രൂപേന്റെ പുറകെ ചെലവുണ്ട്. കാരണം ചൈന പൈസ കൊടുക്കുന്ന ചില്ലറ ചില്ലറ പൈസ അല്ലല്ലോ ഒരു കലാപത്തിന്. അവർ വലിയ അമേരിക്ക ആണെങ്കിൽ അത് അതുപോലെ കൊടുക്കത്തില്ലേ ഈ പാകിസ്ഥാൻ ഹാൻഡിലും മറ്റ്. അപ്പൊ ഇതിന് പണം വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പണമല്ല. അപ്പൊ ഇവരൊക്കെ ഇതിന്റെ ഒരു ടൂൾ ആളായിട്ട് നിൽക്കുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിന്നാൽ മതി, നിങ്ങൾക്ക് ഇത്ര കോടി രൂപ വരാൻ. ഇപ്പൊ ഇവൻ അഭിജിത്ത് ദീപ്ക എന്ന് പറഞ്ഞവന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ കല്യാണാലയം നിൽക്കുക എന്നത്തെ വാർത്ത ഉണ്ടായിരുന്നു. എല്ലായിടത്തും മോനെ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങള് എന്ന് വെച്ചാ അപ്പൊ മോന് അമ്മച്ചി പറഞ്ഞു മോന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല, മോന് വിട്ടുകൊടുത്തിരിക്കുന്നു, മോന് വേണമെങ്കിൽ കഴിക്കാവോ. മനസ്സിലായില്ലേ? ഞാനെങ്ങനെ അഭിപ്രായം പറഞ്ഞു? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതേ രീതിയിൽ ഡിമാൻഡായി. കാരണം ഇവിടെ പുള്ളി ചെയ്തെന്തോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു. അതൊന്നും അല്ല കാര്യം. പുള്ളിയുടെ അക്കൗണ്ടിൽ കോടികളുണ്ടെന്ന് മനസ്സിലായില്ലേ? 3 നേരം കഞ്ഞി കുടിക്കാൻ എല്ലാ കിടന്ന അമ്മച്ചിക്കൊക്കെ ഇപ്പം ആവശ്യം പോലെ പൈസയായി. അവന് അതിപ്പോ ഒരു ദിവസം കൊണ്ട് ഓണം കൊണ്ട് നേരം വിളക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോ കാണാം. ഇതിന്റെ പുറയുള്ള ഇതിനെക്കാട്ടി വലിയ കക്ഷികളെയൊക്കെ നമ്മൾ കണ്ടതാ. മനസ്സിലായി? ഇപ്പൊ എവിടാന്ന് പോലും അറിയത്തില്ല, എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും അറിയത്തില്ല, വീട്ടുകാർക്ക് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. പണ്ട് അതുപോലൊക്കെ ഉണ്ട്. അപ്പം ഇതിനെക്കാട്ടി ഉമർ ഖാലിദൊക്കെ ഇതിനെക്കാട്ടി വലിയ ആളുകളായിരുന്നു. ഇങ്ങനെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഒത്തിരി ഉണ്ട് ചരിത്രം. അപ്പം അമ്മച്ചിയൊന്നും നമുക്ക് ഇത് അവസാനം വരെ എങ്ങനെയാണ് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.